ഓം ഗണപതയേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് ശ്രീരാമന് ചുറ്റും ദേവന്മാർ വന്ന് വൈദേഹിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുന്ന സർഗമാണ്. ശുഭവാക്യം കേട്ടുകൊണ്ട് പാവകൻ വൈദേഹിയെ ഒക്കത്തെടുത്തുകൊണ്ട് കുണ്ടലത്തിൽ നിന്ന് എഴുന്നേറ്റു. ഏതുവിധം എന്നാണ് പറയുന്നത്. മൂർത്തിമാനായ ഹവ്യവാഹനൻ ചിതയെ വകഞ്ഞു മാറ്റി ജനകാത്മജിയെ എടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. അഗ്നിക്ക് ഹവ്യം സമർപ്പിക്കുമ്പോഴാണ് അഗ്നി ഹവ്യവാഹനൻ ആകുന്നത്. തരുണാരുണ പ്രഭയോടുകൂടിയവളും തങ്കം കൊണ്ടുള്ള ഭൂഷണങ്ങൾ അണിഞ്ഞവളും ചെമ്പട്ടുടയാട പൂണ്ടവളും ബാലയും ഇരുണ്ട് ചുരുണ്ട കേശഭാരമുള്ളവളും ഒട്ടും വാടാത്ത പുഷ്പമാല്യം അണിഞ്ഞവളും മുൻപോലെയുള്ള രൂപത്തോടു കൂടിയവളും പരിശുദ്ധയുമായ വൈദേഹിയെ ഒക്കത്തെടുത്ത് വന്ന ഹവ്യവാഹനൻ രാമന് പ്രദാനം ചെയ്തു. ലോകത്തിന്റെ സാക്ഷിയായ പാവകൻ അപ്പോൾ രാമനോട് പറഞ്ഞു, രാമ, അങ്ങയുടെ വൈദേഹീത അവൾക്ക് ഒട്ടും ദോഷം സംഭവിച്ചിട്ടില്ല. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ നോക്കുകൊണ്ടോ ദോഷപ്പെട്ടിട്ടില്ല. സുവൃത്തയാണ്, വൃത്തവീര്യം തികഞ്ഞവളാണ്. ശുഭയായ അവൾ ഭവാനെ തള്ളി നടന്നിട്ടില്ല. വീര്യദർപ്പം പൂണ്ട രാക്ഷസൻ വിജനാരണ്യത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയപ്പോഴേ അങ്ങയെ പിരിഞ്ഞ് അവള് അടലിൽ പെട്ടുപോയി. അങ്ങയെപ്പറ്റി മാത്രം ചിന്തിച്ചും അങ്ങയിൽ ശരണം തേടിയും അവൾ രാവണന്റെ അന്തഃപുരത്തിലെ തടവിൽ കഴിഞ്ഞു. ക്രൂര സ്വഭാവികളായ രാക്ഷസികളെ കാവലാക്കി പലതരത്തിൽ പ്രലോഭിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെങ്കിലും സീത ആ രാക്ഷസനെ പറ്റി ചിന്തിച്ചിട്ടേയില്ല. അങ്ങയിലെ മനസ്സൂന്നിയവളായി സീത ഉറച്ചു നിന്നു. വിശുദ്ധയും കളങ്കമില്ലാത്തവളുമായ സീതയെ സ്വീകരിച്ചാലും താങ്കൾ ഒന്നും പറയണമെന്നില്ല. ഞാൻ ഭവാനോട് ആജ്ഞാപിക്കുകയാണ്. അത് കേട്ട് കണ്ണു നിറഞ്ഞുപോയ രാമൻ ഒരു നിമിഷം ചിന്തിച്ചു. അതിനുശേഷം പറഞ്ഞു, സംശയമില്ല, 3 ലോകങ്ങളിലും പരിപാവനയാണ് സീത. രാവണന്റെ അന്തഃപുരത്തില് ഇവൾക്ക് ദീർഘകാലം കഴിയേണ്ട സ്ഥിതിയുണ്ടായി. ദശരഥപുത്രനായ രാമൻ ബാലുശനും കാമാത്മാവുമാണെന്ന് ലോകം പറയാൻ ഇട വരാതിരിക്കുവാൻ വേണ്ടി ലോകത്തിന് മുന്നിൽ ജാനകി പരിശുദ്ധയാണെന്ന് തെളിയിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. സീതാദേവി പരിശുദ്ധയാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ ചിത്തത്തെ കാക്കുന്നവളാണ് സീത. സ്വതേജസ് കൊണ്ട് സ്വയം രക്ഷിക്കാൻ കഴിവുള്ള സീതയെ അതിക്രമിക്കുവാൻ രാവണൻ ശക്തനല്ല. എന്നാൽ സീത ശുദ്ധയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അഗ്നിപ്രവേശനത്തിനൊരുങ്ങിയ സീതയെ ഞാൻ തടയാതിരുന്നത്. ദുഷ്ടാത്മാവായ രാവണന് മനസ്സുകൊണ്ട് പോലും തീണ്ടാൻ കഴിയാത്ത സീതയ്ക്ക് രാവണന്റെ അന്തഃപുരത്തിൽ മനസ്സുറപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. ആദിത്യനിൽ നിന്ന് പ്രഭയെ വേർതിരിക്കാൻ സാധിക്കാത്തതുപോലെ സീത എന്നിൽ നിന്നും വേർപെടുത്തുവാൻ സാധിക്കാത്തവളാണ്. സീതാദേവി 3 ലോകത്തിലും വിശുദ്ധയാണ്. സത്പുരുഷനെ കീർത്തിയെ എന്ന രീതിയിൽ എനിക്ക് അവളെ വേർപിരിയുവാൻ സാധിക്കുകയില്ല. ഭവാന്മാരുടെ വാക്കുകൾ എനിക്ക് ഹിതകരമാണ്. ആകയാൽ ഭവാന്മാരുടെ വാക്കുകൾ ഞാൻ അംഗീകരിക്കുന്നു. വിജയിയും മഹാബലനുമായ രാമൻ താൻ ചെയ്ത കർമ്മങ്ങളുടെ പേരിൽ മഹായശസ്വിയായ രാമൻ പ്രിയതമയോട് ചേർന്ന് സുഖമായി ഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർഗം അവസാനിക്കുകയാണ്. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.